ഈ സംഗമം യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വാണിജ്യവൽക്കരണമാണ് അല്ലെങ്കിൽ വ്യവസായവൽക്കരണമാണ് ശബരിമലയിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എന്താ തർക്കമുള്ളത്? കാർഡ് ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ഭക്തന്മാരെ വേർതിരിവുണ്ടാക്കി ആ, പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അത് ഗുരുവായൂരടക്കം ശബരിമല ക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ക്യൂ സംവിധാനത്തിലൂടെ അവിടെ ദർശനം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ സർക്കാർ ശ്രമിക്കുന്നത് അവിടെ ഒരു ബിസിനസ് താല്പര്യത്തോട് കൂടിയിട്ടുള്ള സംഗമം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, ഈ സർക്കാർ അടിസ്ഥാനപരമായി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആദ്യം ഭക്തരോട് പറയണ്ടേ. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറെ നാളുകളായി സ്വാഭാവികമായും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളത്. സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? എത്രയോ ഭക്തന്മാർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 5000-ത്തിലധികം കേസുകളാണ് നിലവിലും നിലനിൽക്കുന്നത്. സുപ്രീം കോടതിയിലെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ ധാർഷ്ട്യത്തോടുകൂടി നടപ്പാക്കുമെന്ന് പറഞ്ഞ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവൺമെന്റ് നടത്തിയ നീക്കങ്ങളിൽ 5000-ത്തിലധികം കേസുകൾ നിലനിൽക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തന്മാർ, 5000 കേസുകളിലായി ആയിരക്കണക്കിന് ഭക്തന്മാരാണ് പ്രതികളായി ഇപ്പോഴും വിവിധ കോടതികളിൽ കേസ് നിലനിൽക്കുന്നത്. അതൊക്കെ സർക്കാർ പിൻവലിക്കണ്ടേ? സുപ്രീം കോടതിയിൽ നയം മാറ്റാൻ ഞങ്ങൾ ആലോചിക്കുന്നു എന്നാ പറയുന്നത്. എങ്ങനെയാ ഈ നയം ഉണ്ടായത്? പല ഘട്ടങ്ങളിലായി സർക്കാർ രാഷ്ട്രീയ ലാക്കോടുകൂടി, ലക്ഷ്യത്തോടുകൂടി, നേരത്തെ ഇടത് നിരീക്ഷകൻ എന്ന് താങ്കൾ കാണിക്കുന്ന, നിങ്ങളുടെ ചാനൽ കാണിക്കുന്ന ശ്രീ രാജേഷ് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, ഇത് RSSും BJPയും ചേർന്നുകൊണ്ട്, കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് എന്തോ വലിയ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ ജമേഷ് ഈ കാര്യത്തിൽ. അയ്യപ്പ ഭക്ത സംഗമം എല്ലാ മാസവും നടക്കുന്നുണ്ടല്ലോ. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ശബരിമലയിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമം അല്ലാതെ മറ്റെന്താണ്? അയ്യപ്പ ഭക്തന്മാരല്ലേ അവിടെ എല്ലാ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ നട തുറക്കുന്ന സമയം മുതൽ വൈകുന്നേരം വരെ, നട അടക്കുന്നത് വരെ അവിടെ ഉണ്ടാകുന്ന ഈ ഭക്തസംഗമം തന്നെയാണ്. മണ്ഡലകാലം മുഴുവൻ അയ്യപ്പ ഭക്തന്മാരുടെ സംഗമമല്ലേ നടക്കുന്നത്. ഇനി മകരവിളക്ക് കാലത്ത് അയ്യപ്പ ഭക്തന്മാരുടെ സംഗമമല്ലേ നടക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഒരു 3000 പേരെ ക്ഷണിച്ചു വരുത്തി, അല്ലെങ്കിൽ ഞങ്ങൾ അത് ക്ഷണിച്ചു വരുത്തുക എന്ന് പറഞ്ഞ സർക്കാരിന് ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. തങ്ങൾ തീരുമാനിക്കുന്ന ആളുകൾ മാത്രം വന്നാൽ മതി എന്നുള്ളത്. അത് തർക്കമാകുമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അയ്യപ്പ എന്നാൽ പിന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഈ മാസം 20-ാം തീയതിയിലോ നട അടച്ചിരിക്കുന്ന സമയത്തോ എന്തിനാണ് ഒരു അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ആവശ്യം? നട തുറന്നിരിക്കുകയല്ലേ. ഇപ്പൊ ഓണക്കത്തിന് വേണ്ടി മറ്റന്നാൾ നട തുറക്കാൻ വേണ്ടി പോവുകയല്ലേ. ആ നട തുറക്കുന്ന സമയത്ത് സംഗമം നടത്തിയാൽ പോരെ. അപ്പൊ സാധാരണ ഭക്തന്മാർ അവിടെ പങ്കെടുക്കാൻ പാടില്ല. അതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അവർ പങ്കെടുക്കാൻ പാടില്ല. ഇതിലൊരു പ്രത്യേകമായിട്ടുള്ള വിഷയമുള്ളത്, ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. എന്താ എതിർക്കുന്നതിന്റെ കാരണം? അതല്ലേ ആദ്യം സർക്കാർ പരിശോധിക്കേണ്ടത്. അയ്യപ്പ ഭക്ത സംഗമത്തിനെ എതിർക്കുന്നതിന് 2 കാരണങ്ങളാണ് ജമേഷ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, സ്ത്രീ പ്രവേശനത്തെ അന്നും ഇന്നും ഒരുപോലെ ഈ സർക്കാർ കാണുന്നു എന്നുള്ളതാണ്. ആചാര ലംഘനത്തെ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ പറയാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും വന്ന് ആരാധന നടത്തുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കേന്ദ്രമാണെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മണ്ഡലകാലത്തും ഈ മകരവിളക്ക് കാലത്തും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നട തുറക്കുന്ന സമയത്തും ഒക്കെ ഉണ്ടാകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ നിന്നാണെന്ന് സർക്കാർ ഒന്ന് പറയട്ടെ, ചൂണ്ടിക്കാണിക്കട്ടെ. അപ്പൊ ഇതൊന്നുമല്ല ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു ഒരു ചർച്ച ഉണ്ടാകണം. ഈ ചർച്ച നേരത്തെ നടത്തിയത് സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ കുറയുന്നു എന്ന് വന്നപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ തേടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ഭൂരിപക്ഷ വിഭാഗത്തെ ശക്തമായി എതിർക്കുക എന്നുള്ളതാണ്. ആ എതിർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു വർഷക്കാലം നിരന്തരമായി സമരവും യുദ്ധവും പ്രഖ്യാപിച്ചത്. ഈ സർക്കാരിന്റെ പോലീസല്ലേ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ തല്ലി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പമ്പയിൽ, നിലക്കലിൽ, എരുമേലിയിൽ, എല്ലാ പ്രദേശത്തും എന്തിന് 18-ാം പടിക്ക് താഴെ വരെ നിരന്തരമായി അക്രമം നടത്തിയില്ലേ പോലീസ്? ഭക്തന്മാരെ അടിച്ചോടിച്ചില്ലേ? എത്രയോ ആളുകൾക്കാണ് അതിൽ പോലീസിന്റെ അക്രമത്തിൽ പരിക്കേറ്റത്. ഭക്തന്മാർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? കാണാതാകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അപ്പൊ നിരന്തരമായി ഒരു വർഷക്കാലം ശബരിമലയിൽ പ്രക്ഷോഭത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയത് ഈ സർക്കാരാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ കാണാതെ പോയ കാര്യമുണ്ടായിരുന്നു ആ പ്രക്ഷോഭ കാലഘട്ടത്തിൽ. നമ്മുടെ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം നിലനിൽക്കുന്നത് ഈ മണ്ഡല കാലഘട്ടത്തിലാണ്.
അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്ന സാധാരണ പറയുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടല്ലോ. ആ വ്യവസ്ഥിതിയിൽ ശബരിമല ക്ഷേത്രത്തിലെ കെട്ടുനിറയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം നടക്കുന്നത് കോടിക്കണക്കിന് ഉറുപ്പികയുടെ വ്യാപാരമല്ലേ കേരളത്തിൽ. അത് സാധാരണ ഒരു കർപ്പൂരം വാങ്ങുന്നത് മുതൽ കെട്ടുനിറയ്ക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മുതൽ നെയ്യ്, തേങ്ങ, അരി തുടങ്ങി എത്ര എത്ര കിൻഡൽ കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം കേരളത്തിലെ തനതായിട്ടുള്ള ചെറുകിട വ്യവസായ മേഖലകൾ മുതൽ, ചെറുകിട സംവിധാനങ്ങൾ മുതൽ, കേരളത്തിലെ മുഴുവൻ തുണി വ്യവസായം അടക്കം എല്ലാ മേഖലയിലും ഉണർവുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. മറ്റൊന്ന്, കേരളത്തിലെ പെട്രോൾ പമ്പുകൾ, ഹോട്ടലുകൾ തുടങ്ങി കേരളത്തിലെ മുഴുവൻ സർവസ്പർശിയായിട്ടുള്ള വ്യവസായ മേഖലയും വ്യാപാര മേഖലയും ഉണരുന്ന ഒരു കാലഘട്ടമാണ്. ശബരിമലയിലെ മണ്ഡലകാലവും ഭക്തന്മാരുടെ ശബരിമലയിലേക്കുള്ള ഒഴുക്കും അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഒഴുക്ക്, ഇതെല്ലാം സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ സർക്കാർ കാലാകാലങ്ങളിൽ കടം വാങ്ങി കൂട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആ 2 വർഷക്കാലം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഇത് ചെറുതായി കണ്ടുകൂടാ. മറ്റ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചാൽ അവസാനിപ്പിക്കാം. ഇതിൽ അങ്ങ് ചോദിച്ചതുപോലെ രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ, ഇതിൽ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയമാണ്, തട്ടിപ്പ് രാഷ്ട്രീയമാണ്. ആ തട്ടിപ്പ് രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് BJP ചുമതലയാണ്. ഞങ്ങൾക്ക് ഭക്തന്മാരോട് പറയാനുണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച്.